ഹായ് എവരി വൺ. ഒരു വീട് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഡ്യൂറബിലിറ്റിക്ക് വേണ്ടി പല ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പല വീട്ടുടമസ്ഥന്മാർക്കും അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവണമെന്നില്ല. അതറിയാൻ പല സാഹചര്യങ്ങളുണ്ടെങ്കിലും പലർക്കും അതിനുള്ള സമയം കിട്ടാറില്ല. അപ്പോൾ അതിൻ്റെ സാങ്കേതിക വശങ്ങളെ പറ്റി സംസാരിക്കാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. അതായത് ഇതിൽ ആദ്യം വരുന്നത് സോയിൽ ടെസ്റ്റാണ്. സോയിലിൻ്റെ ബയറിംഗ് കപ്പാസിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. നമ്മുടെ സോയിലിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഏത് ടൈപ്പ് ഫൗണ്ടേഷൻ വേണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. സാധാരണ ഉറപ്പില്ലാത്ത സോയിലാണ് എങ്കിൽ നോർമൽ ഫൗണ്ടേഷൻ വിട്ട് നമുക്ക് റാഫ്റ്റ് ഫൗണ്ടേഷനോ പൈൽ ഫൗണ്ടേഷനോ ചെയ്യേണ്ടി വരും. ചതുപ്പ് നിലങ്ങളിൽ അതുപോലെ വയൽ നികത്തിയ ഇടങ്ങളിലൊക്കെ ആണെങ്കിൽ ഇത് നിർബന്ധമാണ്. അതുപോലെ തന്നെ തറ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡാം പ്രൂഫ് കോഴ്സ് ചെയ്യാറുണ്ട്. കാപ്പിലറി ആക്ഷൻ മൂലമുണ്ടാകുന്ന ഡാംപ്നെസിന്റെ ഇഫക്റ്റ് സ്ട്രക്ചറിനെ ബാധിക്കാണ്ടിരിക്കാനാണ് ഇത് ചെയ്യുന്നത്. ഒരു പരിധിവരെ നമുക്ക് ഈ ഡാം പ്രൂഫ് കോഴ്സ് കൊണ്ട് ഇത് നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ ആൻറ്റി ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ സോയിലിൽ ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ ഡോറിൻ്റെ ഫ്രെയിംസ്, വിൻഡോയുടെ ഫ്രെയിംസ് ഒക്കെ സോയിലിനോട് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രിക്ക് അതല്ലെങ്കിൽ ലാറ്ററൈറ്റ് സ്റ്റോൺസ് ആയിരിക്കും, അതിനോട് ടച്ച് ചെയ്തിട്ട് വരുന്നതാണ്. അപ്പോൾ ചെതിൽ പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആൻറ്റി ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്ട്രക്ചറൽ ഡിസൈൻ. സ്ട്രക്ചറൽ ഡിസൈനിൽ കോളത്തിൻ്റെ ബീംസിൻ്റെ ഒക്കെ പൊസിഷൻ ആദ്യം തന്നെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ റീഇൻഫോഴ്സ്മെൻറ്റ്സ്, അതിൻ്റെ കമ്പികൾ കെട്ടുമ്പോൾ ഓവർലാപ്പിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഒരു നിശ്ചിത ലെങ്ത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ ലോഡ് വരുമ്പോൾ ഇത് തെന്നി പോകാനായിട്ട് ഇടയുണ്ട്. ലോഡ് കറക്റ്റായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാണ്ട് വരും. അതിന് നമ്മൾ എടുക്കുന്നത് 50D, അതായത് നമ്മുടെ കമ്പിയുടെ ഡയാമീറ്ററിൻ്റെ 50 ടൈംസ് ആണ് നമ്മൾ ഓവർലാപ്പിംഗ് ലെങ്ത് ആയിട്ട് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ ബീംസിൽ കോളംസിൽ സ്റ്റിറപ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഈ സ്റ്റിറപ്സിന്, അതായത് സ്റ്റിറപ്സ് എന്ന് പറഞ്ഞാൽ റിങ്സ്, ഈ റിങ്സ് നമ്മൾ 135 ഡിഗ്രി ആംഗിളിലാണ് വളച്ചു കൊടുക്കാറ്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഭൂചലനങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളുണ്ടാവാം, അതുപോലെ എർത്തിന് ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാകാം, ഈ പാറമട പ്രദേശങ്ങളിലൊക്കെ ചലനങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ കൂടിയിട്ടാണ് നമ്മൾ ഈ കോഴ്സ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കോൺക്രീറ്റിങ്ങിൻ്റെ സ്റ്റേജും. ഈ കോൺക്രീറ്റിംഗ് നോർമൽ വീടുകൾക്ക് നമ്മൾ M20 ഗ്രേഡ് റേഷ്യോയിലാണ് മിക്സ് പ്രിപ്പയർ ചെയ്യാറ്. അതായത് സിമെൻറ്റ്, സാൻഡ്, മെറ്റൽ, ഇതിൻ്റെ അളവുകൾ കൃത്യമായിരിക്കണം. വെള്ളം കൂടിക്കഴിഞ്ഞാൽ, അതായത് വാട്ടർ സിമെൻറ്റ് റേഷ്യോയും കറക്റ്റ് ആയിരിക്കണം. വെള്ളം കൂടിക്കഴിഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്ത് കുറയും. അതുപോലെ തന്നെ കവറിങ് ബ്ലോക്സ് പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യാം. ഈ കവറിങ് ബ്ലോക്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ കമ്പി റീഇൻഫോഴ്സ്മെൻറ്റ്സ് ഡയറക്റ്റായിട്ട് തറയിൽ തട്ടരുത്, അല്ലെങ്കിൽ ഷട്ടറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷട്ടറിൽ ടച്ച് ചെയ്യരുത്, തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫൗണ്ടേഷനിൽ 50 mm കവറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 50 to 20 mm കവറാണ് സ്ലാബ്സിലും മറ്റും നമ്മൾ പ്രൊവൈഡ് ചെയ്യാറ്. അതുപോലെ കോൺക്രീറ്റിങ്ങിൻ്റെ കാസ്റ്റിങ്ങിൽ എയർ ബബിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനൊഴിവാക്കാനായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് വൈബ്രേറ്റേഴ്സ് യൂസ് ചെയ്യാം. വൈബ്രേറ്റേഴ്സ് അമിതമായി യൂസ് ചെയ്താൽ സിമെൻറ്റും മെറ്റലും തമ്മിൽ വേർപെടാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് വേണം ചെയ്യാനായിട്ട്. അതുപോലെ കമ്പിയുടെ ഇടയിൽ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ ഹണി കോമ്പിങ് ഫോം ചെയ്യും. അത് സ്ട്രക്ചറിൻ്റെ സ്റ്റെബിലിറ്റിനെ ബാധിക്കും. അതുപോലെ കോൺക്രീറ്റിംഗ് ചെയ്യുന്ന ഏരിയ കൂടുതലാണെങ്കിൽ അവിടെ നമുക്ക് എക്സ്പാൻഷൻ ജോയിൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ടെമ്പറേച്ചറിൽ വരുന്ന ഡിഫറൻസ് കൊണ്ട് കോൺക്രീറ്റിങ്ങിൽ വിള്ളലുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് നമുക്ക് ഈ എക്സ്പാൻഷൻ ജോയിൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് ഒഴിവാക്കാം. അതുപോലെ തന്നെ റൂഫ് സ്ലാബുകൾ വാർക്കുമ്പോൾ നല്ല നിലവാരത്തിലുള്ള വാട്ടർ പ്രൂഫിംഗ് ലിക്വിഡ്സ് അതിൽ ആഡ് ചെയ്യണം. കാരണം ഭാവിയിൽ ഉണ്ടാകുന്ന ലീക്കേജസിനെ ഒഴിവാക്കാനായിട്ട് ഇത് സഹായിക്കും. ബാത്റൂമിൻ്റെ സ്ലാബുകൾ വാർക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പൈപ്പ് ലൈനുകളൊക്കെ പോകുന്നതുകൊണ്ട് ചോർച്ച ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് അവിടെയും നന്നായി വാട്ടർ പ്രൂഫിംഗ് ചെയ്യേണ്ടതുണ്ട്. റൂഫ് സ്ലാബ് വാർക്കുമ്പോൾ ആവശ്യത്തിന് സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ കോൺക്രീറ്റിങ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്ന് ചോർച്ച ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ബാത്റൂമിൻ്റെ ഫ്ലോർസിനും ഒരു പ്രോപ്പർ സ്ലോപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്താലാണ് പ്രോപ്പറായിട്ട് ഡ്രെയിനേജ് ക്ലിയർ ആവുള്ളൂ. കോൺക്രീറ്റിങ്ങിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്താലും ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്യൂറിങ്. അതായത് നമ്മൾ കോൺക്രീറ്റിങ് ചെയ്യുന്ന അല്ലെങ്കിൽ സിമെൻറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഏതൊരു വർക്കും നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക എന്നുള്ളത്. അത് നമ്മുടെ സ്ട്രക്ചറിൻ്റെ സ്റ്റെബിലിറ്റി, ഡ്യൂറബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ പ്ലാസ്റ്ററിങ്ങിലേക്ക് വരുമ്പോൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നതിന് മുമ്പ് ഭിത്തികൾ നന്നായി നനച്ചിരിക്കാൻ ശ്രദ്ധിക്കണം. ഭിത്തിയും കോൺക്രീറ്റും ചേരുന്ന ഭാഗം വരുന്നിടത്ത് വയർ മെഷ് യൂസ് ചെയ്തിട്ട് വേണം പ്ലാസ്റ്റർ ചെയ്യാനായിട്ട്. ഇത് ഹെയർ ക്രാക്സിനെ ഒഴിവാക്കാൻ സഹായിക്കും. വാട്ടർ ടാങ്കുകൾ മേൽക്കൂരയിൽ നമ്മൾ വെക്കുമ്പോൾ ഒരു കോളം സപ്പോർട്ടുള്ള ഭാഗത്തോ അല്ലെങ്കിൽ ഒരു ബീമിന് മുകളിലോ ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് വാട്ടർ ടാങ്കിൽ വരുന്ന ഭാരത്തെ തുല്യ അളവിൽ
ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ സെപ്റ്റിക് ടാങ്ക് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മുടെ കിണറിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് വാട്ടർ സോഴ്സസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മിനിമം 7.5 മീറ്ററെങ്കിലും ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു വീട് നിർമ്മിക്കുമ്പോൾ ഇത്ര കാര്യങ്ങളെങ്കിലും മിനിമം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് കൺസ്ട്രക്ഷൻ ടൈമിൽ തന്നെ നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും. Insar and our builders, where luxury meets trust, and every home is built with your satisfaction in mind.